അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിവെക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൽത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരനെ നയിക്കുവാമേ. ബൈബിളിൻ്റെ അധ്യായം എന്ന് പറയുന്നത് റോമ 8:14 എന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും എന്ത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്? കർത്താവ് ചോദിക്കണില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ നയിക്കണതെന്ന് ലൂക്ക 9:54 ശരിക്കും റോമ 8:14 ലിങ്ക് ചെയ്യേണ്ടത്. റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂക്ക 9:54 നിങ്ങൾ നയിക്കപ്പെടേണ്ടത് ഏത് ആത്മാവിലായിരുന്നു? ദൈവാത്മാവിലാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? തമിഴ് സമരക്കാരുടെ തലയിൽ തീയും ഗന്ധം ഇറങ്ങി വീഴാൻ പറയുന്നതാണ്. അവരെ നശിപ്പിക്കാൻ പറയുന്നതാണ്. നശിപ്പിക്കുന്ന ആത്മാവ് എന്താത്മാവാണ്? യോഹന്നാൻ 10:10 എടുത്ത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? കള്ളൻ വന്നു കഴിഞ്ഞു. അപ്പോസ്തലന്മാർ സമരക്കാരെ തീയും ഗന്ധം ഇറക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അവർ നയിക്കപ്പെട്ട ആത്മാവ് എന്താണ്? നശിപ്പിക്കുന്ന ആത്മാവാണ്. അത് സാത്താൻ്റെ ആത്മാവാണ്. അവരിങ്ങനെ ഈ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും മത്സരത്തിലും വാശിയിലും ജീവിക്കുന്നവരെ അവർ ചിലപ്പോൾ നാളെ കാലങ്ങളിൽ അവർ ചിലപ്പോൾ പലതരത്തിലുള്ള
ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടെന്ന് പറയും. പക്ഷേ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലെന്നാണ് പറയണത്. എന്താണ് ആധ്യാത്മികത എന്ന് പറയണത്? ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. അത് അപ്പോസ്തലന്മാർക്ക് ന്യായമായ കാര്യമാണ് അവർ ചോദിച്ചെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അത് കർത്താവ് എന്താ പറഞ്ഞത്, കർത്താവ് ആത്മാവ് നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കർത്താവ് എന്ത് ചെയ്ത് അത് ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാതെ എന്ത് ചെയ്ത് വേറെ മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയി. ഇതൊക്കെ 9:56 അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ വിട്ടില്ല, അതിലവിടെ പോയി. അങ്ങനെയല്ല. ഈശോ ചോദിക്കണത് എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവിനാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്? എന്താത്മാവിനാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്തിൻ്റെതാണ്? സൺഡേയുടെ ആത്മാവല്ല. 1 Corinthians 14:32-33. പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവാചകസ്ഥാനം പോണ കണ്ടില്ലേ? ഇവരുടെ പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. പക്ഷെ ഇവരെന്താണ് പറയണത്? ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പം അവരുടെ ആ ആത്മാവ് അവർക്ക് വിധേയമല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്, ഈ വിധേയമല്ലാത്ത കാരണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവ് നിങ്ങൾ നയിക്കുന്നതെന്ന് ചോദിക്കണില്ലേ? അപ്പോൾ എന്താ? ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്ന് പറയുന്നില്ല. എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാന ദൈവമാണ്. അതാണ് ദൈവം. അതുകൊണ്ടാണ് 9:56 എഴുതിയിരിക്കുന്നത്. സമരക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. വായിച്ചേ, ഇതൊക്കെ 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ കോലാഹലമില്ല, സമാധാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ലോകാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ ചില സമയത്ത് തോറ്റു കൊടുക്കും. എന്തിനാണ്? ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുറേ ദൈവരാജ്യത്തിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മോശസിനോട് പറഞ്ഞ പോലെ ദൈവം നമ്മോടും പറയും, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. നമ്മുടെ ചരിത്രത്തിൽ നിന്നാണുള്ള അറിവാണത് ദൈവത്തിന്. നമ്മുടെ ചരിത്രം ദൈവം വായിക്കുവേ. മോശസിൻ്റെ ചരിത്രം ആരുടെങ്കിലും ചരിത്രം വായിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശസിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം വായിച്ചിട്ട് അതിൻ്റെ സമ്മിറ്റ് എന്താ ദൈവം പറയണത്? എനിക്ക് നിന്നെ അറിയാമെന്ന്. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. നന്ദി. യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിൽഡ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കാട്ടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, ഞാൻ 2018 ഒക്ടോബർ മാസം എൻ്റെ അമ്മ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിനോടനുബന്ധിച്ച് എന്താണ് കൃപാസനം എന്നും ഇവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും എന്താണെന്ന് അറിയാൻ വേണ്ടി 2018 നവംബർ മാസം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് 2018 നവംബർ മുതൽ 2020 വന്ന് കോവിഡ് വന്ന് ഇവിടെ കൃപാസനം ക്ലോസ് ചെയ്യുന്ന അന്ന് വരെ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയിൽ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ സാക്ഷ്യങ്ങളില്ല, അച്ഛൻ്റെ ധ്യാനം ഞാനിവിടെ കൂടുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ആ ഉടമ്പടിയിലുള്ള ആ ധ്യാനം കൂടുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എന്നെ നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ്, ഏറ്റവും നല്ല സ്ഥലവുമാണ് കൃപാസനം എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാനിവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മറ്റ് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ 1 വർഷത്തിലധികം ഞാനിവിടെ വന്ന് എല്ലാ മാസവും വന്ന് ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ ഞാൻ 2020 മെയ് മാസം 31-ാം തീയതിയാണ് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ കൃപാസനം കോവിഡ് വന്ന് ക്ലോസ് ചെയ്ത കാരണം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായത്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം. ആ ഒരു നിയോഗം മാതാവ് എനിക്ക് ഈശോയിൽ നിന്നും നടത്തി തന്ന് എനിക്ക് എൻ്റെ ആത്മീയമായിട്ട് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ 2020
ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 3 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. 2020 മെയ് മാസം കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് എൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി നമുക്ക് കോവിഡൊക്കെ മാറി കഴിയുമ്പം പേഷ്യൻസൊക്കെ ആവുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനുണ്ടായത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഒട്ടും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒത്തിരി നാളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ് ചെയ്തത്. ഒട്ടും വിഷമിച്ചില്ല. കാരണം എനിക്ക് ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അന്ന് വൈകുന്നേരമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ എനിക്കൊരു പുതിയൊരു ജോലി നൽകണമെന്നും ആ സമയത്ത് അതിനിടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്കൊക്കെ ഇതിൽ കൃപാസനത്തിലുള്ള വിശ്വാസം, മാതാവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ 90 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് പുതിയൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതും ആ സമയത്ത് അങ്ങനെ ഒരു ജോലി കിട്ടാന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം കോവിഡ് വന്ന് സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെയും ജോലി എല്ലാവരും പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ ചെറിയൊരു വേക്കൻസി കോളം കാണുകയും അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും ആ പഞ്ചായത്തിൽ ആ ലൊക്കാലിറ്റിയിൽ പെട്ടവർക്കാണ് ശരിക്കും ആ ജോലി കൊടുക്കാനായിട്ട് കൂടുതൽ ചാൻസ്. ആ പഞ്ചായത്തിലും ആ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടായിട്ട് കൂടി ഞാൻ ആ പഞ്ചായത്തുകാരി അല്ലാതിരുന്നിട്ട് കൂടി എനിക്ക് ആ ജോലി നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ 2021 ഇവിടെ കൃപാസനം ഓപ്പൺ ആയപ്പോൾ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ് 3 വർഷം ആവാറായിരുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ അച്ഛനെ കാണാനായിട്ട് 2021 ഒക്ടോബർ മാസം എനിക്ക് അച്ഛനെ കാണാനായിട്ടൊരു അവസരം ലഭിച്ചു. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ ബ്ലെസ് ചെയ്തിട്ട് പിന്നത്തെ വർഷം 2022 ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അവളുടെ പേരാണ് എവലിൻ. അവൾക്കിപ്പോൾ 3 വയസ്സ് അടുത്ത മാസമാവും. മാതാവ് ഒക്ടോബർ മാസം മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ തുടർച്ചയായിട്ട് 2021 മുതൽ ഉടമ്പടിയിലാണ് ഞാനിപ്പോൾ 9 പ്രാവശ്യമായി പുതുക്കണത്. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒക്ടോബറിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകിയപ്പോൾ ഇനി ഒരു കുഞ്ഞിനെയും കൂടി മാതാവിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് മാതാവ് തന്നെ തരണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടിയിലൊരു നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിന് 2.5 വയസ്സായപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ മാതാവ് മെയ് മാസം നൽകി. അതും മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് മാസം രണ്ടാമതൊരു കുഞ്ഞിനെ ഡാനിയൽ എന്നാണ് ഇവന് പേരിട്ടിരിക്കുന്നത്. മൂത്ത കുഞ്ഞിൻ്റെ പേര് എവിലിൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് ഞാൻ വെച്ച സാക്ഷ്യം, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം വാങ്ങാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് എത്രയും വേഗം, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായത്താലൊക്കെയും ഞങ്ങൾക്ക് ഒരു മാതാവ് സ്ഥലം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയോടനുബന്ധിച്ച് ആൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യണത്, ആൾ ഓയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ജോലിയോടനുബന്ധിച്ച് ഒത്തിരി യാത്രകൾ കടലിലും അതുപോലെ ഫ്ലൈറ്റിലും കരയിലൊക്കെ ഒത്തിരി യാത്രകൾ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ യാത്രകളിലൊക്കെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജോലിയിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടി സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ വയ്ക്കുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരു പ്രത്യേക സംരക്ഷണം ജോലിയിൽ ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും എല്ലാ കാര്യങ്ങളും ചേട്ടന് എപ്പോഴും ലഭിക്കാറുണ്ട്. അതിന് ഞാൻ മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ചേട്ടന് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഒക്കെ വരുമ്പം മാതാവിനോട് എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യം ചേട്ടൻ പറയാറേ ഇല്ല. പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് ആ കുഞ്ഞിന് എൻ്റെ പാല് എനിക്ക് മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഫോർമുല മിൽക്കും കൂടി കൊടുക്കേണ്ടി വന്നിരുന്നു. അതെനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പം എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു, ഈ കുഞ്ഞിന് എനിക്ക് എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എനിക്ക് 6 മാസം എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞിന് മറ്റു പാലുകളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെയും. ഈ കുഞ്ഞിനിപ്പോൾ 4 മാസം കഴിഞ്ഞു. എൻ്റെ പാല് തന്നെ ഈ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കൂടുതൽ ഞാൻ ആത്മീയമായിട്ട് വളരാനും
പരിശുദ്ധാത്മാവുകൊണ്ട് നിറയാൻ പറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി അങ്ങനെ ആത്മീയമായിട്ട് വളരാനുള്ള നിയോഗങ്ങളാണ് കൂടുതലും വെക്കാറ്. ഭൗതിക നിയോഗങ്ങൾ കുറവാണ് ഞാൻ വെക്കാറ്. പിന്നെ എൻ്റെ ഉടമ്പടിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രപ്രേക്ഷിത പ്രവർത്തനമാണ്. അത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം നടത്താറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ പൊതുസ്ഥലങ്ങളിലാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത്. ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും കടകളിലും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇറങ്ങി കൊടുക്കാറുള്ളത്. പള്ളികളിലൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല. പിന്നെ കാരുണ്യപ്രവർത്തികൾ, ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കാരുണ്യപ്രവർത്തികൾ പുറത്ത് പോയി ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതലും ഞാൻ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എൻ്റെ ഇവിടെ 2020 മുതൽ എനിക്ക് ജോലി കിട്ടിയ, മാതാവ് തന്ന ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു അംശം എല്ലാ മാസവും കൃത്യമായി ഞാൻ കൃപാസനത്തിൽ കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ദൈവം തന്നതിൻ്റെ ഒരംശം കൃത്യമായി ഞാൻ മറ്റ് പാവങ്ങളെ സഹായിക്കാനും ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഒത്തിരി പേരെ എനിക്ക് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും ഞാൻ പറഞ്ഞിട്ട് അവർ സാക്ഷ്യം ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സാക്ഷ്യങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ്, ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി രോഗികളും വേദനിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അവരോട് മാതാവിനെക്കുറിച്ച് പറയാനും ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയിലായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ചേട്ടൻ ഓൺലൈനായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എടുത്തായിരുന്നു. അങ്ങനെ ചേട്ടന് ലഭിച്ച ഒരു സാക്ഷ്യം ചേട്ടൻ പറയും. യേശുവേ സ്വസ്ത്രം, മാതാവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ പേര് നിജിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് UAE-യിലാണ്. അവിടെ ഒരു ഓയിൽ ഫീൽഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ കൂടുതലും കടലിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം എൻ്റെ ഒരു 5 കൊല്ലമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ജോലിയുടെ ഭാഗമായിട്ട്. പക്ഷേ അത് 5 കൊല്ലമായിട്ട് എനിക്കതിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല. വർക്ക് റിലേറ്റഡായിട്ട് ഞാൻ കടലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കാണാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. അത് കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വൈഫ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇവിടെ ഓൺലൈനിലായിട്ട് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ എടുക്കുകയും അത് കാരണം ഞാൻ 5 കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്ന ഒരു ഇൻ്റർവ്യൂ എനിക്ക് എത്രയും വേഗം ഇവിടുത്തെ ഓൺലൈനിലായിട്ടുള്ള ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാതാവ് എത്രയും വേഗം എനിക്ക് ആ 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്കത് പാസ്സാവാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 6 കൊല്ലമായിട്ട് അവിടെ UAE-യിൽ തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓപ്പൺ ആക്കി വയ്ക്കാന്നല്ലാണ്ട് എനിക്കത് ടെസ്റ്റിന് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. ഈ ഓൺലൈനിലുള്ള ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ മാതാവിൻ്റെ ഒത്തിരി നന്ദി, സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതും പാസ്സാക്കി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ടൈമും ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൂടെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇത് ടെസ്റ്റിന് പോയപ്പോഴും പിന്നെ ഇൻ്റർവ്യൂ പാസ്സാവുന്ന സമയത്ത് മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാവാൻ സാധിച്ചിരുന്നു. ഒത്തിരി മാതാവിനും യേശുക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് അഗസ്റ്റിൻ ഡേവിസ്. ഞാൻ ബഹ്റൈനിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിരുന്നു. അത് May 1, 2022 പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 15 July 2023 അതൊരു ഫൈനാൻസ് ഇഷ്യൂസായിട്ടായിരുന്നു ഞാൻ ഇവിടെ വന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം May 2 ഉടമ്പടി പുതുക്കി. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ എനിക്ക് കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത്. ഈ ഓണർഷിപ്പ് പുതുക്കി കഴിഞ്ഞിട്ട് മെയിൻലി എൻ്റെ ഇഷ്യൂസ് ആയിരുന്നു ഞങ്ങളുടെ കമ്പനിയിലെ ബിസിനസ് ഇല്ലായിരുന്നു. ഞാൻ മാത്രമേ കമ്പനിയിലുള്ളൂ, വേറെ ഒരു വർക്കറും ഇല്ല. ഞാൻ ഇത് കമ്പനി റൺ ചെയ്യുമ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട്, പക്ഷേ അതിലൊരു പ്രോഫിറ്റൊന്നുമില്ല. കട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് മാത്രം സാലറി കിട്ടുന്നുണ്ട്. ആ സാലറിയും എനിക്ക് 10 വർഷം മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന സാലറി ആയിരുന്നു. പക്ഷെ അതിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ മാതാവിനെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കമ്പനി നടത്തിക്കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഒക്ടോബറിൽ ഞാനിവിടെ ജപമാല റാലിയിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, October 26. അപ്പോൾ ഞാൻ October 1st വീക്കിൽ ഞാൻ എൻ്റെ കമ്പനിയുടെ അക്കൗണ്ട്സ് എടുത്ത് നോക്കി കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ 3.5 കോടി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചിലവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഒക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ അഗെയിൻ കട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ 3.5 കോടിക്ക് ടേൺ ഓവർ കണ്ടപ്പോൾ ഞാൻ മാതാവോടൊന്ന് പറഞ്ഞു, മാതാവേ ഇനിയും 2 മാസമുണ്ട്, December 31 അവിടുത്തെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്. ഞാൻ പറഞ്ഞു ഈ 2 മാസത്തിൽ എനിക്ക് ഒരു 1.5 കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ?
കാരണം അത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റിലേക്ക് കമ്പനി കൊണ്ടുപോകാൻ പറ്റും. ഞാനത് മാതാവോട് അങ്ങനെ ആഗ്രഹിച്ചു, അങ്ങനെ പറഞ്ഞു. ഒക്ടോബർ 22 ഞാൻ അറിയാത്ത ഒരു ക്ലയൻറ്റ് എന്നെ ഫോൺ വിളിച്ചു. അവർ പറഞ്ഞു അവർക്ക് ഒരു പ്രൊഡക്റ്റ് ഒത്തിരി അർജൻറ്റായിട്ടാണ് വേണ്ടിയത്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു. ഒക്ടോബർ 24 ഈവനിങ് ഫ്ലൈറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നാട്ടിലേക്ക് വരാനായിട്ട്, ജപമാല റാലിയിൽ പാട്ട് എടുക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒക്ടോബർ 22 എനിക്ക് കോൾ ചെയ്തു. ഒക്ടോബർ 24 രാവിലെ പുള്ളിക്കാരൻ എനിക്ക് സാമ്പിൾ തന്നു. ആ സാമ്പിൾ ഞാൻ അപ്പം തന്നെ യൂറോപ്പിലേക്ക് അയച്ചു. ഞാൻ സെയിം ഡേ ഈവനിങ് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ജപമാല റാലിയിൽ വന്നപ്പോൾ മാതാവോട് ഞാൻ സമർപ്പിച്ചു ആ പ്രെയർ. പിന്നെ മാതാവോട് സെയിം പ്രെയർ ഞാൻ സമർപ്പിച്ചത്, മാതാവെ ടേൺ ഓവർ എങ്ങനെയെങ്കിലും മാതാവ് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എനിക്ക്. ഞാൻ തിരിച്ച് 26 സെയിം രാത്രി ഞാൻ തിരിച്ച് ബഹ്റൈനിലേക്ക് പോയി. ഞാൻ അതിൻ്റെ കൊട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു. നവംബർ 2 ആയപ്പോൾ എനിക്ക് ആ ഓർഡർ അങ്ങ് കിട്ടി. അത് 50 ലക്ഷത്തിൻ്റെ ഓർഡറായിരുന്നു. അത് കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. അപ്പോഴും ഞാൻ മാതാവോട് പറഞ്ഞു, അമ്മേ ഓരോ കോടിയുടെ ബാക്കിയുണ്ട്, എന്നാലേ ഈ കമ്പനി എനിക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഞാൻ തന്നെയാണ്, എനിക്ക് ഒരാളുടെ വെക്കാൻ ആഗ്രഹമുണ്ട്. നവംബർ പകുതി ആയപ്പോൾ ഈ സെയിം പ്രോഡക്റ്റിന് വേണ്ടി പിന്നെയും ഒരു ടെൻഡർ ഇറങ്ങി. ഇത് വേറെ ഒരു ക്ലയൻ്റ് ആയിരുന്നു, ഇതായിരുന്നു ആക്ച്വൽ എൻഡ് യൂസർ. ഈ ടെൻഡർ ഇറങ്ങിയപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്ക് വേറെ ഒരു വലിയൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുകയെന്ന്. അത് ഡിസംബർ 1 തൊട്ട് അതിൻ്റെ ഓൺലൈൻ പ്രൊസീഡിങ്സും എല്ലാം അങ്ങ് മാറും. ഈ ടെൻഡറും വന്നത് ഡിസംബർ 1 ഫൈനൽ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ടെൻഡറിലേക്ക് വർക്ക് ചെയ്തു. നവംബർ 30 ഒരു സാറ്റർഡേ ആയിരുന്നു. ഞാൻ സാധാരണ എല്ലാം 7 days a week ഞാൻ വർക്കിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഡിസംബർ 1 സൺഡേയാണ്, ഞാൻ നവംബർ 30 സാറ്റർഡേ എൻ്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്തോളാം, ഇതെല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഇതിലൊരു ബിഡ് ബോണ്ട് ഉണ്ട്. ആ ബിഡ് ബോണ്ട് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് ചെയ്യേണ്ടത്. ഞാൻ ഫ്രൈഡേ വന്നപ്പോൾ നവംബർ 29 ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഡേ ഞാൻ റെസ്റ്റ് എടുക്കാം. കണ്ടിന്യൂസ് വർക്കിംഗ് ചെയ്തിട്ട് ഒത്തിരി ടയർഡായി. പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കാൻ നോക്കുമ്പോൾ ആരോ എന്നോട് പറയുന്നുണ്ട്, നീ റെസ്റ്റ് എടുക്കണ്ട, നീ ഓഫീസിലേക്ക് പോ, ആ ബിഡ് അങ്ങ് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി, പക്ഷെ അത് പറ്റുന്നില്ല എനിക്ക്. ഞാനപ്പോൾ എങ്ങനെയോ ഞാൻ ഓഫീസിൽ പോയി ഞാൻ ആ ടെൻഡർ സബ്മിറ്റ് ചെയ്തു. ഓൺലൈൻ ബിഡ് ബോർഡും ഞാൻ നവംബർ 29 ഞാൻ സബ്മിറ്റ് ചെയ്തു. ഫുൾ ടെൻഡർ കാര്യങ്ങൾ ഞാൻ നവംബർ 29 തന്നെ തീർത്തു. പിന്നെ നവംബർ 30 സാറ്റർഡേ ഞാൻ വെറുതെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി ഓൺലൈൻ ബാങ്കിങ് ഞാൻ യൂസ് ചെയ്യാൻ പോയി. ഇതെല്ലാം കമ്പനിയുടെ ബാങ്കിങ് ആണ്. അത് ബാങ്കിങ് ഞാൻ ആക്സസ് ചെയ്യാൻ പോയപ്പോൾ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഹാൻഡ് ഓവർ ഓൾറെഡി നവംബർ 30 തുടങ്ങി. അപ്പോൾ ഓൺലൈനായിട്ട് ഓരോ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നില്ല. ഡിസംബർ 1 ബാങ്കിലാണെങ്കിൽ ഫുൾ ക്രൗഡ് എല്ലാവരും, കാരണം ആ ബാങ്കിൽ ഇരിക്കുന്ന അക്കൗണ്ട്സ് ഉള്ള ആൾക്കാർമാർ ആരുടെയും ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് വർക്ക് ആവുന്നില്ല. എല്ലാവരും ഡിസംബർ 1 ബാങ്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഞാൻ ആ ഡിസംബർ 1 ഞാൻ നവംബർ 30 ബിഡ് സബ്മിറ്റ് ചെയ്യാൻ ഇരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ബിഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് മാതാവ് കാരണമാണ് എനിക്ക് ആ ബിഡ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡിസംബർ 1 മുമ്പേ തന്നെ. ദിവസങ്ങളും കഴിഞ്ഞു. ഞാൻ 1 കോടി മൈൻഡിൽ ഇങ്ങനെ പിടിച്ച് നടക്കുക. 1 കോടിയുടെ എനിക്ക് വേണം ടേൺ ഓവറിന് വേണ്ടി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡിസംബർ 7 മാതാവുടെ ദിവസമാണ്. അപ്പം ഞാൻ എന്തോ ചോദിച്ചു, ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു ഈ 1 കോടി കിട്ടാൻ വേണ്ടി വേറൊരു സാധ്യത കാണുന്നില്ല. ഇപ്പോൾ 24 days കൂടെ ഉള്ളൂ, 23 days. ഞാൻ പറഞ്ഞു അതിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു. ആ ദിവസം ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് ഡിസംബർ 8 എനിക്കൊരു സ്വപ്നം ഞാൻ കണ്ടു. ഒരു വഴിയുണ്ട്, അത് നേരെ പോകുന്ന ഒരു റൗണ്ട് അബൌട്ടിലേക്കാണ്. ഇത് ഉള്ളൊരു സ്ഥലമാണ് ബഹ്റൈനിൽ. ഞാൻ പോകുമ്പോൾ ഒരു 11 o'clock ഡയറക്ഷനിൽ എനിക്കൊരു സ്ത്രീ നിൽക്കുന്നത് കാണാം. ഇത് ഞാൻ ഈ കാണുന്ന സ്വപ്നം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും ഇത് ഗ്രേ കളറിലായിട്ട് ഈ ലേഡി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് പോയിട്ട് ചോദിക്കണം ആ ലേഡിയോട് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും സഹായം വേണമെന്ന്. ഞാൻ അവിടെ എത്തുന്ന മുമ്പേ തന്നെ ആ ലേഡി വേറൊന്നുമല്ല, എൻ്റെ കൃപാസനം മാതാവായിരുന്നു. മാതാവ് എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നടക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പം ഞാൻ വലിയ കാര്യത്തിൽ അത് പറഞ്ഞു, മാതാവേ ഇന്നലെ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്ന് ജയിപ്പിച്ച് തരാൻ പറ്റുമോ? മാതാവ് എന്നോട് പറഞ്ഞു, അത് ഞാൻ തന്നാൽ പോരെ,
ഈ 4 വേർഡാ മാതാവ് യൂസ് ചെയ്ത്. അപ്പം തന്നെ ഞാൻ റിപ്ലൈ തന്നു, അത് മതി. 2 വാക്കിൽ എൻ്റെ റിപ്ലൈയും തീർന്നു. അപ്പം തന്നെ ഞാൻ എണിച്ചു, ഞാൻ ഉണർന്നു. അപ്പം തന്നെ നോക്കിയപ്പോൾ 5 മണിയായി. രാവിലെ 5:30 റിസ്പെക്റ്റഡ് ഡോക്ടർ ഫാദർ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഉണ്ടായിരുന്നു, അതിൽ പാട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ എൻ്റെ ഫോൺ ഒന്ന് ടേൺ ചെയ്തതാണ്. ഫോൺ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു വോയിസ് നോട്ടുണ്ട്, 3.25 മിനിറ്റ് ഉണ്ട്. സാധാരണ ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ഒരു വോയിസ് നോട്ട് അയക്കാറില്ല. ഞാൻ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, മോനെ ഞാനിപ്പോൾ രാവിലെ 5:30 ഇന്ത്യയിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 5:30 പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയതാണ്. അപ്പം ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാനൊരു ടേബിളിൽ ഒരു ഡ്രോ തുറന്നപ്പോൾ ഒരു സൈഡിൽ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ക്യാഷ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അമ്മയോട് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു, മാതാവെ കണ്ടു. മാതാവ് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അത് മതിയെന്ന്. ഇത് ഡിസംബർ 8-ാം തീയതി ആയിരുന്നു പ്രിയപ്പെട്ടവരെ. ഡിസംബർ 9-ാം തീയതി ഞാൻ ഓഫീസിലെത്തിയപ്പോൾ എനിക്ക് ഒരു ഓർഡർ വന്നിരിക്കുന്നു. അത് 1 കോടിയുടെ ഓർഡറായിരുന്നു. ഈ ഓർഡർ എനിക്ക് ഡിസംബർ 1-ാം തീയതി ഞാൻ അടിച്ച ടെൻഡറില്ലേ, അത് മാതാവ് എന്നെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, എന്നെ പോയിട്ട് ആ ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, ആ ടെൻഡറുടെ ഓർഡറായിരുന്നു 1 കോടി. ഡിസംബർ 31-ാം തീയതി വരുന്ന മുമ്പേ തന്നെ മാതാവ് എനിക്ക് ആ 1.5 കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കമ്പനി പ്രോഫിറ്റിലേക്ക് ടേൺ ആക്കി. ആ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഖത്തറിലൊരു എഞ്ചിനീയറെ ഹയർ ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ എൻ്റെ ഫാക്ടറിയിൽ ഒരു ടെക്നീഷ്യനും വച്ചിട്ടുണ്ട്. ഇത് രണ്ടും അമ്മ മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അതുമാത്രമല്ല, എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് ഈ സാക്ഷ്യം ഇവിടെ മെയ് 1st വീക്കിൽ വന്ന് പറയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ജൂൺ 1st വീക്കിൽ തീരുന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ പാസ്പോർട്ട് ബഹ്റൈനിൽ തത്കാലം എടുത്തോളാം, അത് 3 ദിവസത്തിൽ പാസ്പോർട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. മെയ് 2-ാം തീയതി വന്നിട്ട് മാതാവിൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞോളാമെന്ന്. പക്ഷേ മെയ് 2-ാം തീയതി ഞാനവിടെ എംബസിയിൽ പോയപ്പോൾ തത്കാലിന് വേണ്ടി അവർ പറഞ്ഞു, ഇത് നടക്കത്തില്ല, കാരണം നിങ്ങളുടെ വൈഫിൻ്റെ പേര് ആഡ് ചെയ്യണം, പ്ലസ് ഫാദറിൻ്റെ പേരിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോർമൽ വഴിക്ക് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ഏജൻസി വഴി ത്രൂ പോകണം. ഞാൻ ഏജൻസി വഴി ത്രൂ പോയി. അതിനുവേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി 3 ആഴ്ച എടുത്തു എനിക്ക്. ആ 3 ആഴ്ച അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടും ഏജൻസിയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് ഇത് എംബസിയിൽ തിരിച്ചു പോയിട്ട് വീണ്ടും കറക്ഷൻ ചെയ്ത് എടുക്കണം. കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ അപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ആ കൗണ്ടറിൻ്റെ അവിടെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്തു. ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അക്സെപ്റ്റ് ആയാൽ മതി, അക്സെപ്റ്റ് ആയാലും ഞാൻ ഇതിനു വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമേ. ആ അവസാനം വന്നിട്ട് അവർ എംബസിയിൽ ചെക്ക് ചെയ്തു. അവർ ചോദിച്ചു, ഇയാൾ എംബസിയിൽ വന്നിട്ടുണ്ടായിരുന്നോ? അവർ പറഞ്ഞു, യെസ്, അവർ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പേപ്പർ വർക്ക് പ്രൊസീഡ് ചെയ്തോളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം ആപ്ലിക്കേഷൻ അക്സെപ്റ്റായി, പേപ്പർ വർക്ക് പ്രോസസ്സായി. അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അമ്മയോട് പറയാം, അമ്മേ ഇങ്ങനെ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി പോയി, കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ കൃപാസനം മാതാവ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെതറി എനിക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കമ്പനിയുടെ ആ കമ്പൗണ്ട് അല്ല, ആ ഏരിയയുടെ ഉള്ളിൽ അങ്ങ് എൻ്റർ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്. ആ ട്രാഫിക് ലൈറ്റ് ഞാൻ ഇതുവരെ ഒരിക്കലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഞാൻ മറ്റവരെ കണ്ടിട്ടുണ്ട്, വണ്ടി അവർ റെഡ് ലൈറ്റ് ആയാലും ചാടി പോകുന്നുണ്ട്. പക്ഷേ ആ ദിവസം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് ഈ റെഡ് ലൈറ്റ് ഞാൻ ജമ്പ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 വണ്ടി വരുന്നുണ്ടായിരുന്നു. ആ വണ്ടി അപ്പം തന്നെ ഹോൺ അടിച്ചു. ഞാൻ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ 2 വണ്ടിയെ ശരിക്കും എനിക്ക് കാണാം. ഞാനും ഹോൺ അടിച്ചു. ഞാൻ വിചാരിച്ചു അവർ ആ മിസ്റ്റേക്ക് അടിച്ച്, പക്ഷേ തെറ്റുകാരൻ ഞാനായിരുന്നു. അവിടെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു. മാതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടെങ്കിലും മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ഞാൻ ഈ പാസ്പോർട്ട് കിട്ടി കഴിഞ്ഞിട്ടും ഞാൻ ജൂലൈ 1st വീക്കിൽ ഇവിടെ വരാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ 1st വീക്കിലും എനിക്ക് ഒത്തിരി ജോലി തിരക്കായിപ്പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു കൊടുക്കുക, ഞാൻ എപ്പോൾ വരാൻ പറ്റും എനിക്ക് ഇത് ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും. മാതാവ് എനിക്ക് 31 കാണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ജൂലൈ 31-ാം തീയതിയാണ്. ജൂലൈ 31-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജൂലൈ 29-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല ഗൾഫ് എയറിൽ നിന്ന്. ഞാൻ വയ എമിറേറ്റ്സ് ടിക്കറ്റ് ബുക്ക് ചെയ്തു, പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്തു. ഞാനത് ഓക്കെ പറയാൻ വന്നപ്പോൾ
എനിക്ക് എന്തോ മനസ്സ് പറയുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ടെന്ന ടിക്കറ്റ്. ഞാനപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്തു. ജൂലൈ 31 എനിക്കാണെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഞാൻ അയച്ച പ്രോഡക്റ്റ് ഒന്നും ഫിറ്റ് ആവുന്നില്ല, അതെല്ലാം പ്രോബ്ലം ആയിക്കൊണ്ടിരിക്കുക, അത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഇപ്പം തന്നെ സൈറ്റിൽ വരണം. ഞാൻ 31 ഇവിടെ കയറി വന്നെങ്കിൽ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. മാതാവിന് അത് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞത് നീ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട. അത് ഞാൻ എങ്ങനെയോ അത് സോൾവ് ചെയ്തു ലാസ്റ്റ് മന്ത്. പക്ഷേ 31 മാതാവ് കാണിച്ച ഡേറ്റ് വളരെ ശരിയായിരുന്നു. കാരണം ഓഗസ്റ്റ് 30 ഞാനിവിടെ എത്തി. ഓഗസ്റ്റ് 31 ആയിരുന്നു ഞാൻ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയത്. ആ ദിവസം ഞാൻ എൻ്റെ നിയോഗം പുതുക്കുമ്പോൾ നമ്മൾ നിയോഗം വെക്കത്തില്ല. നിയോഗം ഇട്ടിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിൽ തൊട്ടപ്പോൾ എൻ്റെ വായന്ന് അങ്ങ് ഇറങ്ങിപ്പോയി, മാതാവേ ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാമേ. സാധാരണ നമ്മൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതുക്കുക, അപ്പം തന്നെ നമ്മൾ സാക്ഷ്യം പറയാം. പക്ഷേ ഇതെനിക്കറിയില്ല എന്തോ സംഭവിച്ചു. അങ്ങനെ മാതാവിടെ അടുത്ത് കയ്യിൽ അങ്ങ് തൊട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി, അടുത്ത ആഴ്ച വന്നിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അത് ഞാൻ കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പേ വീക്കെൻഡിൽ വന്നിട്ട് സാക്ഷ്യം പറയാനാണ് പോയത്. അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ വളരെ ഓസ്പീഷ്യസ് ഡേറ്റ് ഇന്നത്തെ സെപ്റ്റംബർ 8 ഞാൻ വിളിച്ചു. ഇത്രയും 3 വർഷമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും എൻ്റെ ബർത്ത്ഡേ ആയാലും ശരി, മാതാവിൻ്റെ ബർത്ത്ഡേ, ഈശോയുടെ ബർത്ത്ഡേ ആയാലും ശരി, ഞാൻ എപ്പോഴും ഇങ്ങോട്ട് കാര്യങ്ങളിലേക്ക് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ്, ഒരു സാക്ഷ്യമായി തരാൻ പറ്റുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അത് ഞാൻ ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ 3 വർഷത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട്. ആദ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പ്രയോറിറ്റി എൻ്റെ ഫ്രണ്ടായിരുന്നു, സൺഡ. 2ാമത്തെ എൻ്റെ ഫാമിലി, 3ാമത്തെ സ്ഥാനം ദൈവത്തിനുണ്ടായിരുന്നു. അത് വളരെ തെറ്റായിരുന്നു. അത് ഞാൻ വളരെ വൈകി അറിഞ്ഞത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. കാരണം നമ്പർ 1 സ്പോട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് തന്നെ എന്നെ ചതിച്ചു. അവൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിനും എൻ്റെ കൃപാസനം മാതാവിനും ആദ്യം നമ്പർ 1 പ്രയോറിറ്റി ആയിട്ടാണ് വച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലി, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഉള്ളൂ. ഞാൻ ബഹ്റിനിൽ നിന്ന് നാട്ടിലേക്ക് വന്നാലും ഞാൻ എൻ്റെ ഫാമിലിയെ കാണത്തില്ല. ഞാൻ വന്നിട്ട് ആദ്യം കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ നേരെ പോവാം. ഇന്നും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയേ ഉള്ളൂ. ഇന്ന് രാത്രി 12 മണിക്ക് ഞാൻ വീണ്ടും ഇറങ്ങും എയർപോർട്ടിലേക്ക്, ബഹ്റിനിലേക്ക് പോകാനായിട്ട്. ഫാമിലിയെ കാണുന്നില്ല, കാരണം ഫാമിലിയെ ഞാൻ മറ്റൊരു ദിവസം വന്നിട്ട് കണ്ടോളാണ്. പിന്നെ എൻ്റെ ആക്ട്സ് ഓഫ് മെർസിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത കാലം മുതൽ 2022 ഓൺലൈൻ എടുത്ത് കഴിഞ്ഞ മുതൽ ഞാൻ രോഗികളെ കാണുകയോ കാരുണ്യ പ്രവൃത്തി ചെയ്യോ പ്രേക്ഷ പ്രവൃത്തി ചെയ്യോ അത് ഞാൻ ഒരിക്കലും മുടക്കമായിട്ട് അങ്ങനെ വച്ചിട്ടില്ല. അത് കണ്ടിന്യൂസ് ഒരു ഫ്ലോ, അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുക. അത് 90 ദിവസത്തെ ഉടമ്പടിയല്ല, അത് എൻ്റെ ഒരു ജീവിതകാലം നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂസ് അസോസിയേഷൻ ആയിരിക്കും. അത് മാതാവ് എനിക്ക് തന്നെ ഒരു റിയൽ ഗൈഡൻസാണ്. ഞാനത് എൻ്റെ മരണം വരെ ഞാനത് കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് എനിക്ക് ഇത്രയും മാത്രം പറയാനുള്ളൂ. എനിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അമ്മയും ഈശോൻ്റെയും നാമത്തിന് മഹത്വപ്പെടുത്താനും അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള യോഗ്യത, അനുവാദം, അനുഗ്രഹം തരണമേ, അഭിഷേകം തരണമേ. ഇത്രയും ആഗ്രഹം നാം പ്രകടിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാക്ഷ്യം അവസാനിക്കുന്നു. താങ്ക് യു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ഉഷാ മോഹനൻ, ഇതെൻ്റെ ഹസ്ബൻഡ് മോഹനൻ. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ജൂലൈ മാസത്തിലാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് കൃപാസനം എന്താണെന്നോ പ്രാർത്ഥന എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഫോണിലും ടി വിയിലും ഒക്കെ കണ്ട ആ ഒരു വിശ്വാസത്തിൽ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ആദ്യത്തെ 90 ദിവസം ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന അന്ന് മുതൽ എന്നെ സഹായിക്കാൻ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ 90 ദിവസം കടന്നുപോയി. ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നത് ഒക്ടോബർ മാസത്തിലായിരുന്നു. നമ്മുടെ ജപമാല റാലിയുടെ തലേദിവസമാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. ജപമാല റാലി എന്താണെന്നറിയില്ല, എങ്കിലും ഞങ്ങൾ ഒരു ദിവസം ഇവിടെ താമസിച്ച് ജപമാല റാലിയിൽ പങ്കെടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. അന്ന് ഞാൻ എൻ്റെ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്ന ഞങ്ങൾ താമസിക്കുന്ന ഒരു വീടിനൊരു 50 വർഷം പഴക്കമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഞങ്ങളൊരു വീട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനത് നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു, വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം വീട് വെക്കാനായിട്ടുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എങ്കിൽ പോലും മോൻ എന്നോട് ചോദിച്ചു, അമ്മ എന്നാണ് ഒരു വീട് വെക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ പണി ആരംഭിക്കാമെന്ന് പറഞ്ഞു. എന്തോ ഒരു ധൈര്യം തോന്നി. വീടിൻ്റെ തറക്കല്ലിടാനുള്ള സമയം പോയി കുറിച്ചു.
കുറിച്ചൊക്കെ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ കഴിഞ്ഞ മാസം നമ്മൾ 25-ാം തീയതി ജപമാല റാലിയിലൊക്കെ പങ്കെടുക്കുകയായിരുന്നു. ഈ മാസം അതേ ഡേറ്റിന് നമ്മുടെ വീടിന് കല്ലിടുവാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഉടമ്പടി പുതുക്കിയ അതേ ഡേറ്റിന്, ജപമാല റാലി നടന്ന അതേ ഡേറ്റിന് മാതാവ് എനിക്ക് വീടിന് തറക്കല്ലിട്ട് തന്നു. ഞാൻ ആ തറക്കല്ലിൻ്റെ കൂടെ മാതാവിൻ്റെ ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ മേടിക്കുന്ന കൂട്ടത്തിൽ വാങ്ങിച്ച ഒരു കാശ് രൂപം എനിക്കപ്പം മനസ്സിൽ തോന്നി. ഞാനൊരു പ്ലാസ്റ്റിക്കിനകത്ത് പൊതിഞ്ഞ ഒരു നീല നൂലിനകത്ത് കെട്ടി ഞാനത് ആ തറക്കല്ലിൻ്റെ കൂടെ അവിടെ നിക്ഷേപിച്ചു. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, 2025 ഏപ്രിൽ 30-ാം തീയതിക്ക് മുമ്പ് എനിക്കൊരു ഭവനം വെച്ച് കയറി താമസിക്കണം എന്നായിരുന്നു ഞാൻ ആ ഉടമ്പടിയിൽ നിയോഗം എഴുതിയത്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്താണെങ്കിലും വീട് പണി വളരെ ഭംഗിയായിട്ട് നടന്നു. അടുത്തടുത്ത 2 വീടുകൾ അവിടെ പണിയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ആ 2 വീടുകളിലും ഓരോ ആൾക്കാർക്ക് വെച്ച ആക്സിഡൻ്റ് ഉണ്ടായി, വീട്ടിലെ ആൾക്കാർ വീഴ്ചയിലായിപ്പോയി. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വീടും പണിയുന്നത്. നാട്ടുകാരെല്ലാം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഇങ്ങനെ പഴയ തറവാടൊക്കെ പൊളിച്ചു പണിയുക, അപ്പം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള ആളിനെ ഏൽപ്പിച്ചാണ് ഞാൻ എൻ്റെ വീട് പണി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് പണിക്കാരെ സമർപ്പിച്ച് പണിയായുധങ്ങളെ സമർപ്പിച്ച് വീട് പണിയുന്ന സാധനങ്ങളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് ഞങ്ങളുടെ വീട് പണി മുമ്പോട്ട് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, 2025 ഏപ്രിൽ 25-ാം തീയതി ഞാൻ നിയോഗം വെച്ചു. 2025 ഏപ്രിൽ 23-ാം തീയതി എൻ്റെ വീടിന് പാല് കാച്ചി. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അന്ന് 1 വർഷവും 2 മാസമായതേ ഉള്ളൂ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട്. ജീവിതത്തിൽ ഓരോ കാര്യത്തിനും സാക്ഷ്യങ്ങളേ ഉള്ളൂ, എങ്കിലും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നിയോഗം വെച്ച വേറൊരു കാര്യം, കുടുംബപരമായിട്ടുള്ള സ്വത്ത് തർക്കത്തെ തുടർന്ന് 10 വർഷമായിട്ട് ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലായിരുന്നു. ഞാൻ മനസ്സറിയാത്ത കാര്യത്തിന് എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി. അവരുടെ മക്കളുടെ വിവാഹത്തിന് പോലും ഞങ്ങളെ ക്ഷണിച്ചില്ല. മാനസികമായിട്ട് ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്ന അവസരത്തിലാണ് കൃപാസനം മാതാവിനോട് ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസനം വീട് പണി നടക്കുന്നതുകൊണ്ട് കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുവാൻ ഒരു 2 ആഴ്ച താമസിച്ചു. കൃപാസനത്തിൻ്റെ പത്രം കൊടുത്ത ഒരു ദിവസം ഒരു 2 മണിക്കാണ് ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നത്. പിറ്റേ ദിവസം 2 മണിക്ക് 10 വർഷം കൂടി എൻ്റെ സഹോദരി എന്നെ വിളിച്ചു. ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു അത്. വീണ്ടും അതിലും വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നത്. എൻ്റെ ഭർത്താവ് ഫോറസ്റ്റിൽ ഡെയിലിവേഴ്സായിട്ട് ജോലി ചെയ്യുന്നയാളാണ്. 60 വയസ്സായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഈ മെയ് മാസം 30-ാം തീയതി വരെ ജോലിയുള്ളായിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഞങ്ങൾക്ക് പറയാം. എന്താണെങ്കിലും ഞാൻ മാതാവിൽ വിശ്വസിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോലും അറിയാതെ ഇപ്പം അവിടെ ഇരിക്കുന്ന സാറന്മാരും എൻ്റെ ഹസ്ബൻഡ് 25 വർഷം മുമ്പ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ പേപ്പറുകളൊക്കെ നീക്കി ഞങ്ങൾ പോലും അറിയാതെ ഇനി ഒരു ജോലി എങ്ങനെയാണെന്നുള്ള ടെൻഷൻ പോലും ഞങ്ങൾക്ക് തരാതെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതേ ജോലി എനിക്ക് 5 വർഷം കൂടി ആ ജോലിയിൽ തന്നെ എൻ്റെ ഭർത്താവ് തുടരണം എന്നാണ് ഞാൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടത്. കൃത്യമായിട്ടും ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ മെയ് 30-ാം തീയതി വരെ ഉള്ളായിരുന്നു ജോലി. ജൂൺ 1-ാം തീയതി മുതൽ വീണ്ടും 5 വർഷത്തേന് എൻ്റെ ഭർത്താവിന് അതേ തസ്തികയിൽ തന്നെ തുടരാനായിട്ട് അമ്മ തന്ന ജോലിയാണ്, അമ്മ തന്ന അന്നമാണ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1 വർഷവും 2 മാസമായുള്ളൂ ഞാൻ കൃപാസനത്തിൽ വന്നിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ പുതിയ വീട് പണിതു. അപ്പോൾ പഴയ വീട് വാടകയ്ക്ക് കൊടുക്കണമായിരുന്നു. അപ്പം പല ആൾക്കാരും വന്ന് നോക്കി വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം ഞാൻ നീക്കി വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നമുക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമല്ലേ, നീ എന്തിനാ ഈ വരുന്നവരെ എല്ലാം നീക്കി വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വീടാണ് അത്. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഒരു വിശ്വാസിയായിരിക്കണം എൻ്റെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഒരു ചേച്ചി വന്നു. എനിക്ക് ആ ചേച്ചിയെ കണ്ടിട്ട് ഈ ചേച്ചി വേണ്ട എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി. എന്താണെങ്കിലും ആ ചേച്ചി വീണ്ടും ആളിനെ പറഞ്ഞു വിട്ടു. ചേച്ചിക്ക് ആ വീട് തന്നെ മതിയെന്ന് പറഞ്ഞു. എന്നാൽ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് ആ ചേച്ചി അത്ര വേണ്ടായിരുന്നു, വേറെ ആരെങ്കിലും ഫാമിലിയായിട്ട് മതിയായിരുന്നു എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും ആ ചേച്ചി ആ പൈസയും കൊണ്ട് വന്നപ്പോൾ അമ്മയുടെ ഒരു ഫോട്ടോയും കൃപാസനത്തിൻ്റെ പത്രത്തിലാണ് ആ പൈസ പൊതിഞ്ഞുകൊണ്ട് വന്നത്. ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും കൃപാസനം മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്നൊന്ന് കാല് കുത്താൻ പറ്റിയാൽ നമ്മുടെ മനുഷ്യായുസിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്.
ഇനിയും പറയുവാണെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. 10 മിനിറ്റേ പറയാവുള്ളൂ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത്. പിന്നെ ഞാൻ ബൈബിള് വായിക്കും, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ബൈബിള് വായിക്കും. ഞാൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ബോർഡിങ്ങിൽ നിന്നാണ് പഠിച്ചത്. അപ്പം മടമക സ്കൂളാണ്. അവിടെ ഈശോയുടെ പ്രാർത്ഥന, മാതാവിൻ്റെ പ്രാർത്ഥന, ഇതൊക്കെ ചെറുപ്പകാലം മുതലേ എൻ്റെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവണം എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണെങ്കിലും വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണെങ്കിൽ ഞാൻ പറയും, അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറയും. പോയിട്ട് വന്ന് കതവ് തുറക്കുമ്പം അമ്മേ ഞാൻ വന്നു എന്ന് പറയും. അപ്പോൾ ജീവനോടെ എൻ്റെ അമ്മ, ഈ കൃപാസന അമ്മ എൻ്റെ വീട്ടിലുണ്ട് എന്ന് തന്നെ ഞാൻ 100% വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നും സംശയിക്കേണ്ട. നിങ്ങൾ ഏത് വലിയ പ്രശ്നം കൊണ്ടാണ് ഇവിടെ വന്നതെങ്കിലും അമ്മയുടെ കയ്യിൽ പരിഹാരമുണ്ട്. നിങ്ങൾ എത്ര ദുഃഖത്തോടെയാണ് വന്നതെങ്കിലും എൻ്റെ ജീവിത സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 5 വർഷം കൂടെ കിട്ടിയ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. അത് ഒന്നും ഞങ്ങളൊരു ടെൻഷൻ പോലും അറിയാതെ ആണ് ഇവ കാര്യങ്ങളൊക്കെ നടന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ കൃപാസനം പത്രം ഞാൻ ഒതുക്കത്തിലൊന്നും കൊണ്ട് എവിടെയും കൊടുക്കാറില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിൽ കൊണ്ടുവന്ന് കൊടുക്കും. ചിലപ്പം പറയും ഇത് വേണ്ട എന്ന് പറയും. ശരി, വേണ്ടായെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ യോഗമില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തയാളെ സമീപിക്കും. തീർച്ചയായിട്ടും ആ പത്രങ്ങളെല്ലാം ഞാൻ ഒരിടത്തും ഒതുക്കത്തിൽ കൊടുക്കുകയോ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 10 പേര് കൂടി നിൽക്കുന്നിടത്ത് തന്നെ ഞാൻ കൃപാസനം പത്രം കൊടുത്തിട്ടാണ് പത്രവിതരണം നടത്താറുള്ളത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആകാശപ്രവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അനാഥര രോഗികളെ ഒക്കെ താമസിക്കുന്ന സ്ഥലമാണത്. കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടേക്ക് അരി വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അത് ഇരട്ടിയാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെക്കാളേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പറ്റി ചിന്തിക്കാനും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും എല്ലാം ഈ കൃപാസനത്തിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു വീട് വെച്ചതും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതും എല്ലാം കൃപാസനം അമ്മ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും കൃപാസനം അമ്മയ്ക്കും 1000 നന്ദി. തന്നെയുമല്ല, അമ്മയുടെ ഈ പുണ്യ സുദിനത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒരാഴ്ച മുമ്പ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞാൻ ഇങ്ങനൊരു സാക്ഷ്യം പറയുന്നത്. ഇത് കൃപാസനം അമ്മയുടെ ഒരു പുണ്യ സുദിനത്തിലേക്ക് അമ്മ എന്നെ സാക്ഷ്യം പറയാൻ വിളിച്ചു. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അമ്മ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കുടുംബത്തെ അത്രത്തോളം അമ്മ പരിപാലിക്കുന്നുണ്ട്, കാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൃപാസനം അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിന് അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീല. ഞാൻ വെണ്ടാറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി പറയുന്നത്, ഇവിടെ വരുന്നത് 2024 നവംബർ 27-ാം തീയതിയാണ്. ഞാൻ കൃപാസനം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഇയാൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, ഇയാൾക്കടെ പ്രയാസങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ കൃപാസനം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആലപ്പുഴ ഞാൻ വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വരാൻ 2 സഹോദരങ്ങളെ വിളിച്ചപ്പം അവർ വരുന്നില്ലെന്ന് പറഞ്ഞു. അവസാനം എനിക്കിവിടെ വരണമെന്നുള്ള മനസ്സിൽ തന്നെ എനിക്കിവിടെ വരണമെന്നായി. ഞാൻ അമൃത ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് അതിലേ കൂടെ ആണോ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ രാവിലെ 3 മണിക്ക് വേണം ആ ബസ്സിനകത്ത് വരാൻ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പം കൃപാസനം ഒന്ന് കണ്ട് ഞാൻ അകത്തോട്ട് കയറാൻ നേരം എൻ്റെ മനസ്സും ശരീരവും അങ്ങ് തണുത്ത് എനിക്കെന്തോ ഒരു ധൈര്യം കിട്ടി. ഞാനങ്ങനെ ആദ്യം കണ്ട മാതാവിനെ കുരിശ് വരച്ചു പ്രാർത്ഥിച്ച്. എനിക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല, ഞാനൊരു ഹിന്ദുവാണ്. ഞാനങ്ങനെ നേരെ വന്നു ഇവിടെ ക്യൂവിൽ നിന്നു. ഒരു സെക്യൂരിറ്റി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വരികയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ആ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ആ ക്യൂവിൽ നിന്നപ്പോൾ അത് ഉടമ്പടി എടുക്കുന്ന ക്യൂ ആയിരുന്നു. എനിക്ക് ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം, എന്തോ ഒരു എനർജി എൻ്റെ ശരീരത്തിൽ വന്നു. ഞാൻ അങ്ങനെ ഉടമ്പടി ക്ലാസ് എല്ലാം കഴിഞ്ഞു സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോയി. ഞാൻ ഉടമ്പടിയിലെ പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ടായിരുന്നു. ഞാനങ്ങനെ ചോദിച്ചു, അത് മനസ്സിലാക്കി, അത് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ 6 നിയോഗങ്ങൾ വെക്കാൻ പറഞ്ഞു. എനിക്ക് നിയോഗങ്ങൾ എഴുതണമെന്ന് അറിഞ്ഞുകൂടാ. 6 അല്ല 600 നിയോഗം എനിക്ക് എഴുതാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് മാത്രം എഴുതി. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലും
കാലിലും ചൊറിച്ചിൽ വരും. ചൊറിഞ്ഞ് വന്നത് പിന്നെ പാടുപോലാവും, വ്രണം പോലാവും. എനിക്ക് കയ്യിലൊക്കെ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി, കാലിലുമായി. അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് അത് വെച്ചു. എനിക്കത് സൗഖ്യപ്പെടുത്തി തരണേന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ കാലിലിപ്പം ഒരെണ്ണം പോലും ഇല്ല, കയ്യിലും ഒരു ശകലം പോലും വന്നിട്ടില്ല. അങ്ങനെ ഇരുന്ന് ഞാനത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അപ്പം ആദ്യം വന്നപ്പം തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ മാസവും വരണം, തിരി വാങ്ങിക്കാൻ വരണമെന്ന് വിചാരിച്ചു. പിറ്റേ മാസവും ഞാൻ വന്ന്, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ വന്ന് പിന്നെ ഇവിടെ കുറേ ദൂരം കൃപാസനം അടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പെട്ടെന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. കുറച്ച് ദൂരം ചെന്നപ്പോൾ ആരോ എന്നെ വിളിച്ചു. അപ്പം ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, മേഡം കൃപാസനം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വിഷമിക്കേണ്ട, ബസ് നിർത്തി തരാമെന്ന് പറഞ്ഞു. ബസ് നിർത്തുന്നിടത്ത് തന്നെ നിർത്തി. ഞാൻ ഇറങ്ങാൻ നേരം ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ വരണ്ടെങ്കിൽ മാതാവ് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു നീ വരണ്ടാന്ന്. എനിക്കറിയാൻ വയ്യാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് ഇറക്കി. എനിക്ക് അറിയത്തില്ല ഈ സ്ഥലമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കണ്ണിൽ കണ്ണുനീരുമായിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ നേരം ആരോ എന്നെ വന്നിങ്ങനെ ആൾ മാറ്റി പോകുന്നത് പോലെ തോന്നി. ഞാൻ ക്രോസ് ചെയ്തിറങ്ങി. ബസ് വന്നു, ബസ്സിൽ കയറി ബസ്സിൽ ഇരുന്നപ്പം എൻ്റെ കണ്ണിൽ കണ്ണുനീര് നിൽക്കുക. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പം കണ്ടക്ടർ എന്നോട് പറഞ്ഞു ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഒരു മുസ്ലിം സഹോദരി ഇരിക്കുന്നു, അവരുടെ അടുത്ത് പോയി ഇരുന്നതും എൻ്റെ കണ്ണുനീര് വീണു. അപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞ് എന്തിനാ കരയുന്ന, മാതാവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത്, എല്ലാ വിഷമങ്ങളും മാറിത്തരുമെന്ന് പറഞ്ഞു. അപ്പം മുസ്ലിം സഹോദരി കുറച്ച് ദുഃഖം എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ അടുത്തൊരു 100 രൂപ വഞ്ചിയിലിടാൻ ആഗ്രഹിച്ചാൽ വന്നത്, ഈ ബസ്സിലെ ആരും ഇല്ലായിരുന്നു കൃപാസനത്തിൽ ഇറങ്ങുന്നത്, ഇപ്പം ചേച്ചിയെ കണ്ടതുകൊണ്ട് എനിക്കതിന് സന്തോഷമായെന്ന് പറഞ്ഞു. അത് പറയാനും അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷമങ്ങളും മാറി. അപ്പം ഞാൻ വിചാരിച്ചു 100 രൂപ ഇടാനായിട്ടായിരിക്കും മാതാവ് എന്നെ ഉറക്കി അവിടെ കൊണ്ട് ഇറക്കിയിട്ട് ബസ്സിൽ കയറ്റിയത്. അങ്ങനെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി, എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് അലർജിയുടെ അസുഖമുണ്ട്. ഒരു 10 വർഷത്തിൽ പുറത്തായി എനിക്ക് അലർജിയുടെ അസുഖമുണ്ട്. അപ്പോൾ അലർജിയുടെ അസുഖം വരുമ്പോൾ ചെവിക്കകത്തൊക്കെ ഭയങ്കര ചൊറിച്ചില്ല. അപ്പോൾ ഈ നവംബർ 27 മുതൽ 2024 ശേഷം ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. ഈ ഉടമ്പടി തൈലവും ഉപ്പുമായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു 4-5 ദിവസം മുമ്പിട്ട് അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞു ചെവിയിൽ പിന്നെ ചൊറിച്ചിലുള്ളവർ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ കയ്യിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ ഇതുവരെ എനിക്ക് ആ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അതിന് എനിക്ക് സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് നടുവേദന ഒരു 3-4 വർഷം കൊണ്ടേ നടുവേദനയായിരുന്നു. ഗ്യാസിൻ്റെ ആണെന്നും പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അതങ്ങ് കൂടി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പം സ്കാൻ ചെയ്തപ്പം ഡിസ്കിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ബെൽറ്റ് കെട്ടണം. തൽക്കാലത്തേന് ബെൽറ്റ് കെട്ടാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം ദൂരയാത്രയൊന്നും ചെയ്തുകൂടാന്ന് പറഞ്ഞു. എനിക്കതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ മേടിക്കാൻ വരണം. ഞാൻ രണ്ടും കൽപ്പിച്ച് ബസ്സിൽ കയറി ആ ബെൽറ്റും കെട്ടിക്കൊണ്ട് വന്നപ്പം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, മാതാവേ ഇപ്പം ഈ കെട്ടിയ ബെൽറ്റ് മാത്രമേ എൻ്റെ ശരീരത്താവൂ. ഞാനിത് വീട്ടിൽ ചെന്നഴിച്ചാൽ ഇനി ഒരു ദിവസം പോലും ഈ ബെൽറ്റ് എൻ്റെ ശരീരത്തിൽ കെട്ടാൻ ഇടയാവല്ലേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് അഴിച്ചു വെച്ചതാണ്. പിന്നെ ഇന്ന് വരെ ഞാൻ ആ ബെൽറ്റ് എൻ്റെ ശരീരത്തിൽ കെട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചോറ് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയിലെ ഒരു സഹോദരി ഞാൻ സ്കൂട്ടിയിലാണ് പോയത്, കുറുക്ക് ചാടി. അങ്ങനെ ആ സഹോദരിയെ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി തിരിച്ചു. ഞാൻ വീണു, കാലിൻ്റെ മുട്ടിന് പ്രശ്നമായി. അപ്പം പിന്നെ എക്സ്റേ എടുത്തപ്പം പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം പ്ലാസ്റ്റർ ഇടണ്ട. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഇപ്പം പ്ലാസ്റ്റർ ഇടാൻ പറ്റത്തില്ല, ഓണമൊക്കെ ഇല്ലയോ എന്നും പറഞ്ഞു. ഞാൻ പോരുന്നു, കാലിൽ തുണി ചുറ്റാൻ പറഞ്ഞു. തുണിയും ചുറ്റി. ഒരു ദിവസമേ തുണി ചുറ്റിയുള്ളൂ. ഞാൻ അന്നേരം അത് അഴിച്ചിട്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലവും തേച്ച് ഉപ്പും വെള്ളത്തിൽ ഇട്ട് ഞാൻ അത് കോരി മുട്ടയിലൊഴിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. അത് സൗഖ്യമാക്കി തന്ന് പിന്നെ എല്ലാ ദിവസവും ഞാൻ വണ്ടി എടുത്താൽ ഉടനെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ പിന്നെ എനിക്ക് അമ്മയെ ഒരുപാട് വിശ്വാസമാണ്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ എന്തോ വിശ്വസിക്കുന്നു അതെല്ലാം കിട്ടും. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. എനിക്ക് അംഗൻവാടിയിൽ സ്ഥലം മാറണമെന്ന് പറഞ്ഞ്, അപ്പോൾ അത് മാറണമെങ്കിൽ വേറൊരു സ്ഥലം കിട്ടത്തില്ല. ഞാൻ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ അത് വലുതാക്കി തന്നതുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റി. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലുകളിൽ പത്രം കൊണ്ടുവന്ന് ഹോസ്പിറ്റലുകളിൽ കൊടുക്കും. പിന്നെ പൊതിച്ചോറ്
പിന്നെ അത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. പത്രം കൊടുത്തിട്ട് ഞാൻ പറയും, ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഇവിടെ നമ്മുടെ കൃപാസനത്തിൽ പോകണം, ഒറ്റ ദിവസമെങ്കിലും പോയി നോക്കണം, പോയ അവിടുത്തെ ആ ഫലങ്ങൾ അറിയാൻ ഞാൻ എനിക്കുള്ള വിഷമങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്താണ് ആളുകൾ വരുന്നത്. ഒരുപാട് പേര് ഞാൻ പിന്നെ കൊടുത്തത് പ്രമാണം ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലാണ് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും പൊതിച്ചോറ്. അപ്പോൾ ഈ പൊതിച്ചോറും കൊണ്ട് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. മാതാവേ, എനിക്ക് ഈ ബാഗിനകത്ത് ഈ പൊതിയും എടുത്തുകൊണ്ട് എനിക്ക് പടി കയറിപ്പാൻ ശ്വാസമുട്ടൽ വരും, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണേ, എന്നെ മേളിൽ എത്തിക്കണേ എന്ന് പറയും. പക്ഷെ ഞാൻ പോലും അറിയത്തില്ല അത്രയും പൊതിച്ചോറുമായിട്ട് ഞാൻ മേളി അങ്ങ് ചെല്ലുമ്പോഴാണ് എനിക്ക് വിശ്വാസമാവുന്നത്, അയ്യോ ഞാനിഞ്ഞ് മേളി കയറിയോന്ന്. അപ്പോൾ അങ്ങനെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കും. എനിക്ക് ഒരുപാട് അമ്മ മാതാവിൻ്റെ ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ എന്തോ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിക്കുന്നോ എനിക്കത് ഇന്ന് വരെ സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. യെശയ്യാ